ഹലോ. അപ്പോൾ ഞാനും മിച്ചുക്കുട്ടനും കൂടി ഇതാ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, അടുത്തുള്ള ടൗണിലേക്കാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇച്ചിക്കുട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിലൊരു പൂരമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു കടയിൽ പോയി ഡ്രസ്സൊക്കെ നോക്കി അവൻ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ ഡ്രസ്സ്. അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ബെൽറ്റ് വാങ്ങാൻ പോയി. അത് കഴിഞ്ഞ് നേരെ കമ്മൽ വാങ്ങാനാണ് കേട്ടോ പോയത്. കമ്മലൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇച്ചിക്കുട്ടന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അവൻ ആദ്യം തന്നെ ഒരു കിൻഡർ ജോയ് ആണ് കേട്ടോ കയ്യിലെടുത്തത്. പിന്നെ ഞാൻ എന്തെങ്കിലും കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ലെയിം വാങ്ങിച്ചു. അത് ഇച്ചിക്കുട്ടൻ അത് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പം ഞാൻ സമൂസയും ഉഴുന്നുവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോസ് കൂട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതും വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷെ ആൾക്ക് അതും ഇഷ്ടമായില്ല. ആ ഒരു കടി മാത്രമേ കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കിൽ കുറേ ജ്യൂസ് കുപ്പികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തു. സമൂസ ആണെന്നുണ്ടെങ്കിൽ നല്ല ബലമായിരുന്നു, എനിക്ക് കടിച്ചാൽ പോരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വിധത്തിൽ അതൊക്കെ ഞാൻ സോസിൽ മുക്കി കടിച്ച് പൊട്ടിച്ച് തിന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇച്ചിക്കുട്ടന് കോലുമിഠായി ആയിട്ട് വന്നത് കേട്ടോ. അത് പൊട്ടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അതൊന്നും ഇപ്പോൾ പൊട്ടിക്കണ്ട, അതിൻ്റെ മേലൊക്കെ ആവും, ബസ്സിൽ പോകുമ്പോൾ ആകെ നാശമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഞാൻ പിടിച്ച് നിർത്തി. പക്ഷെ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ചീത്ത പറഞ്ഞിട്ടും അത് ലാസ്റ്റ് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ പല്ലൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ പല്ല് കാണിച്ചു തരാണ് കേട്ടോ, പുഴുപ്പല്ലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ ഞാൻ എൻ്റെ വളയുടെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് വള ഇടാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. ബസ്സിൽ കയറിയപ്പോഴാണെങ്കിൽ ആശാനും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അവിടെ ഇരുത്തി, തിരക്കില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റി. മിഠായിയൊക്കെ വേണം പറഞ്ഞാൽ അതും വാങ്ങിക്കൊടുത്തു. അത് കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് കൂടെ ഒരു ബസ് വന്നപ്പോൾ ആ ബസ്സിൽ കയറണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് എടുത്തപ്പോൾ ആൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിടിക്കുന്നുണ്ടായിരുന്നു, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും വീഴും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അവിടെ എത്തിയപ്പോൾ അവന് കിൻഡർ ജോയ് പൊട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൾക്ക് ചോറൊന്നും വേണ്ട, മിഠായി മാത്രം മതി. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഷേപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂടത്ത് വന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി.